പുഷ്പ 2 റിലീസിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ മകന് മസ്തിഷ്ക മരണം. പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരൻ ശ്രീതേജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ആശുപത്രി. മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് തെലങ്കാന സർക്കാർ. 2021 തനിക്കെതിരെ ഇറാഖിൽ വെച്ച് വധശ്രമമുണ്ടായെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. വനിതാ ചാവേറും സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കും തന്നെ ലക്ഷ്യമിട്ടു. ഇറാഖി പോലീസ് തടഞ്ഞതിനാൽ രക്ഷപ്പെട്ടെന്ന് ആത്മകഥയിൽ മാർപ്പാപ്പ. വിദ്വേഷ പ്രസംഗത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി SK യാദവിന് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ താക്കീത്. മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന വിശദീകരണം തള്ളി. അന്തസ്സ് പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശരത് പവാർ സമയം നൽകിയില്ല. തോമസ് K തോമസ് നാട്ടിലേക്ക് മടങ്ങി. AK ശശീന്ദ്രനെ മാറ്റി മന്ത്രിയാകാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസിൽ ഉൾപ്പെട്ട മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വധശിക്ഷ നടപ്പാക്കി ചൈന. തൂക്കിലേറ്റിയത് ലീ ജിൻപിങ് എന്ന 64-കാരനെ. അനധികൃതമായി $421 മില്യൺ അമേരിക്കൻ സമ്പാദിച്ചെന്ന് കേസ്.